ഇന്ന് വൈകിട്ട് 6 മണിക്ക് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തിയിരുന്നു. ഗവർണറുടെ നിലപാടുകളോട് കൃത്യമായി തന്നെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ മറുപടി പറയുകയും ചെയ്തു. ഗവർണർ ഇപ്പോൾ നടത്തുന്നത് കേരളത്തോടാകെയുള്ള വെല്ലുവിളിയാണ്. ഗവർണറുടെ സുരക്ഷ കേന്ദ്രത്തിന് കൈമാറിയത് വിചിത്രമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഷീജ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ നിശിതമായി തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചത്. പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് കുറച്ച് നാളുകളായി തന്നെ ഗവർണറുടെ പെരുമാറ്റം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലാണ്. പ്രത്യേകിച്ചും അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അധികാരസ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾക്കെതിരെ പ്രതിഷേധങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട്. അതിൻ്റെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അധികാരസ്ഥാനത്തിരിക്കുന്നവർ ഏത് രീതിയിലാണ് ഇത്തരം പ്രതിഷേധങ്ങളോട് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രസക്തമാകുന്നത്. കാരണം എവിടെയും കാണാൻ സാധിക്കുകയില്ല. അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ പ്രതിഷേധമുണ്ടാകുമ്പോൾ അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി പ്രതിഷേധക്കാർക്ക് നേരെ നീങ്ങുന്നതും അതോടൊപ്പം തന്നെ നിയമം തന്നെ മൊത്തത്തിൽ കയ്യിലെടുക്കുന്ന തരത്തിലുള്ള സമീപനം ഇത് കേരളത്തിൽ തന്നെ ആദ്യമാണ് എന്നുള്ളതും മുഖ്യമന്ത്രി ഗവർണറെ വിമർശിച്ചു. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇത്തരം കാര്യങ്ങളിൽ സ്വയം വിവേകം കാണിക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് നമ്മൾ ഈ എന്ന് പറഞ്ഞ് പഠിക്കുന്നതല്ല, സ്കൂളിൽ നിന്ന് പഠിക്കേണ്ട കാര്യമല്ല. നമ്മൾ തന്നെ സ്വയം അനുഭവത്തിലൂടെ ആർജിക്കേണ്ട കാര്യമാണ്. അതിതേവരെ ആർജിക്കാൻ കഴിഞ്ഞില്ലാലോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ദീർഘമായ ജീവിത കാലയളവിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത്. ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആരായാലും ജനാധിപത്യ മര്യാദ, പക്വത, വിവേകം ഇതെല്ലാം കാണിക്കണമെന്നാണ് നാം എല്ലാവരും കരുതുന്നത്. പക്ഷേ ഇതിലെല്ലാറ്റിലുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ചിലതിനോ കുറവുണ്ടായിട്ടുണ്ടോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കുന്നത് നല്ലതാണ്. ആരോഗ്യം നല്ല ഫിറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് കണ്ടു. അതിൽ വലിയ സംശയം ആർക്കും ഉണ്ടാവില്ല. പക്ഷേ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നത് നല്ലതാണ്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ. സംസ്ഥാനത്തിന്റെ തലവനെന്ന രീതിയിൽ തന്നെ മികച്ച സുരക്ഷ, ഏറ്റവും ഉയർന്ന സുരക്ഷ തന്നെയാണ് ഗവർണർക്ക് നൽകുന്നത് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. പക്ഷേ ആ ഒരു സുരക്ഷ വേണ്ട എന്നുള്ളതാണ് നിലവിലിപ്പോൾ ഗവർണർ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കേന്ദ്രസേനയ്ക്ക്, അദ്ദേഹത്തിന്റെ സുരക്ഷ കേന്ദ്രസേനയ്ക്ക് നൽകിയിട്ടുള്ള നടപടി, കേന്ദ്രത്തിന്റെ നടപടി തീർത്തും വിചിത്രമെന്നും മുഖ്യമന്ത്രി പ്രതികരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അദ്ദേഹം സൂചിപ്പിച്ച കാര്യം, നിലവിൽ കേന്ദ്ര സുരക്ഷ ലഭിക്കുന്നത്, സംസ്ഥാനത്ത് ലഭിക്കുന്നത് ചില RSSകാർക്കാണ്. അതുകൊണ്ട് തന്നെ ഈ RSSകാരുടെ പട്ടികയിലേക്ക് ഇപ്പോൾ ഗവർണറും എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയും ചെയ്തു. ആവശ്യപ്പെട്ടിട്ടാണോ കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകമായിട്ട് നിലപാടെടുത്തതാണോ എന്നറിയില്ല. ഈ സുരക്ഷ CRPFന് കൈമാറി എന്നാണ് പറയുന്നത്. അത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. ഈ സ്റ്റേറ്റിൻ്റെ തലവനാണല്ലോ അദ്ദേഹം. സ്റ്റേറ്റിൻ്റെ തലവനെന്ന നിലക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ ലഭിക്കുന്ന സ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. ആ സുരക്ഷ വേണ്ട എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഏത് സുരക്ഷയിലേക്കാണ് അദ്ദേഹം പോകുന്നത്? നമ്മുടെ കേരളത്തിൽ ഇപ്പം തന്നെ ചിലർക്ക് കേന്ദ്ര സുരക്ഷയുണ്ട്. അത് ഒന്ന് കൊടുങ്ങല്ലൂരിലെ സുന്ദരൻ ഗോവിന്ദൻ, ആലുവയിലെ സുജിത്ത്, ആലങ്ങാട്ടെ സുധി, ആലുവയിലെ രാമേന്ദ്രൻ, കൊടുങ്ങല്ലൂരിലെ സജീവൻ, ഇവരെല്ലാം RSS പ്രവർത്തകരാണ്. ആ പട്ടികയിൽ ആരിഫ് മുഹമ്മദ് ഖാനും പെട്ടിരിക്കുന്നു. അല്ല, അത് വേറെ കാര്യം. സർപ്ലസ് എപ്പോഴും ഉണ്ടല്ലോ. ഈ ഗവർണർക്ക് നേരത്തെ ഉണ്ടല്ലോ, അത് പുതിയ കാര്യമല്ല. ഇത് ഈ പട്ടികയിലാണ് അദ്ദേഹം ഇപ്പോൾ പെട്ടിരിക്കുന്നത്. അദ്ദേഹം കേരളത്തിൻ്റെ ഗവർണർ എന്ന നിലയിലുള്ള ആ പ്രത്യേക സ്ഥാനവും പദവിയും ഉപയോഗിച്ച് നേടിയിരുന്ന സുരക്ഷയിൽ നിന്ന് മാറി കേരളത്തിലെ ചില RSSകാർക്ക് നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ള സുരക്ഷയുടെ സൗകര്യത്തിൻ്റെ ആ കൂടിൽ ഒതുങ്ങാനാണ് അദ്ദേഹം ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്.
ഏതായാലും പൂർണ്ണമായും നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി മുഖ്യമന്ത്രി ഈ വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു. നയപ്രഖ്യാപനം അദ്ദേഹം വായിച്ചു. അതിന്റെ തുടക്കവും ഒടുക്കവും വായിച്ചാൽ ഭരണഘടനാപരമായി അദ്ദേഹം നയപ്രഖ്യാപനം വായിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇവിടെ അദ്ദേഹം സ്വീകരിച്ച നിലപാട്, നയപ്രഖ്യാപനം വായിക്കുന്നതിൽ സ്വീകരിച്ച നിലപാട്, അത് കേരളത്തെ ഒന്നടങ്കം അവഹേളിക്കുന്നതിന് തുല്യമായിരുന്നു എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി വിമർശിച്ചു. പ്രഖ്യാപന പ്രസംഗത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. സാങ്കേതികമായി ആദ്യത്തെ വാചകവും അവസാനത്തെ വാചകവും വായിച്ചാൽ എല്ലാം വായിച്ചു എന്നുള്ള തരത്തിൽ കണക്ക് കൂട്ടാം. പക്ഷേ എന്താണ് അദ്ദേഹം കാണിച്ചത്? ഇതൊക്കെ കേരളത്തോടുള്ള ഒരു തരം വെല്ലുവിളിയാണ്. ഇതേതെങ്കിലും തരത്തിലുള്ള ഒരു ഗവൺമെൻറ്റിനോടോ ഒരു മുന്നണിയോടോ ഏതെങ്കിലും ഒരു പക്ഷത്തോടോ ഉള്ള വിരോധപരമായ നിലപാടാണെന്ന് കാണേണ്ടതില്ല. കേരളത്തോടുള്ള അവഹേളനമാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഭരണഘടനയെ അവഹേളിക്കുന്ന നിലപാടുമാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന് നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ സമയമില്ല, 1.5 മണിക്കൂർ റോഡിൽ കുത്തിയിരിക്കാൻ നല്ല സമയമുണ്ട്. വളരെ ബേഷ്. അത്തരത്തിലുള്ള പ്രകടനങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു പ്രയാസവുമില്ല. ഏതായാലും ഈ വിഷയം ഈ രീതിയിൽ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ട് കുറച്ച് നാളുകളായി മുഖ്യമന്ത്രിയോട് ഒരു പൊതുപരിപാടിയിൽ കണ്ടാൽ പോലും മുഖം തിരിഞ്ഞിരിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന ഗവർണറുടെ നിലപാട്, ഇത് ഏത് രീതിയിൽ അവസാനിക്കുമെന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അതിൽ കേന്ദ്രത്തിൽ നിന്നുള്ള ഇടപെടൽ വരുന്നത് വരെ ഗവർണർ ഇതേ സമീപനം തന്നെയായിരിക്കും സ്വീകരിക്കുക എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞ കാര്യം പ്രതിപക്ഷത്തിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട്. കാരണം പ്രതിപക്ഷ നേതാവും ഗവർണറും സംസാരിക്കുന്നത് ഒരേ ഭാഷയിലാണ്, വാക്കുകൾ വരെ ഇതിന് സമാനമായ രീതിയിലാണ് അവരുടെ പ്രതികരണം എന്ന് പറയുന്നത്. ഈ ഒരു സാമ്യം അത് യാദൃച്ഛികമല്ല എന്നതുകൂടി അത്തരത്തിലുള്ളൊരു സൂചന കൂടി നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്.